നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൾ എന്തിനാ വന്നത്? നിങ്ങൾ വന്ന അതേ ആവശ്യത്തിന് തന്നെ. വിലപേശ, കരാർ ഉറപ്പിക്കാൻ, 1500 കോടി വീതം വെക്കാൻ. എന്നിട്ട് നീ എന്തു പറഞ്ഞു? വിശ്വനാഥൻ മുതലാളിയോട് സംസാരിച്ച ശേഷം കൂട്ടത്തിൽ കൊള്ളാവുന്ന ഓഫർ ഏതാണെന്ന് നോക്കി തീരുമാനം എടുക്കാന്ന്. എന്നാ നിനക്ക് തെറ്റി. ഞാൻ വന്നത് 1500 കോടിയുടെ വിഹിതം ചോദിക്കാനല്ല, പിന്നെ നിന്നെ ഒന്ന് കണ്ടുമടക്കാനാ. ഇത്രയും നാള് തോന്നാത്ത ഈ ആഗ്രഹം ഇപ്പൊ പെട്ടെന്ന് എവിടെ നിന്ന് പൊട്ടിമുളച്ചു? ഈ പറഞ്ഞത് നിനക്ക് നിന്റെ ഏട്ടനെ ഇതുവരെയും പൂർണ്ണമായും മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഞാനെന്നും എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഞാൻ സ്നേഹിച്ചവരാരും എന്നെ തിരിച്ചറിയാത്തത് എൻ്റെ കുഴപ്പമല്ല. നിനക്കെന്നെ എങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം, വിധി എഴുതാം. എനിക്ക് പരാതിയില്ല, നിന്നോടൊന്നല്ല ആരോടും. ഇപ്പം നീ അച്ഛനെന്ന് വിളിക്കുന്ന ചെട്ടിയാറില്ലേ, എനിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചതാ. ഞാൻ നിന്നെ ഭംഗിയായി വളർത്തിയിട്ടില്ലെന്ന്, ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടില്ലെന്ന്, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന്. ഇതിലേതെങ്കിലും ഒന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ? പറയണം, എൻ്റെ മുഖത്ത് നോക്കി പറയണം. ഇപ്പോ ഈ നിമിഷം പറയണം. നിന്നോടൊന്നല്ല, എൻ്റെ ഏതെങ്കിലും കൂടപ്പിറപ്പുകളോട് നീതികേട് കാണിച്ചിട്ടുണ്ടോ എന്ന് നീ പറയണം. സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഈ ഏട്ടൻ. എന്നെക്കാളും എപ്പോഴും ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പട്ടിണി എന്തെന്ന് ഒറ്റ ദിവസമെങ്കിലും ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടോ? ഫീസ് അടയ്ക്കാൻ കാശില്ലാതെ എന്തെങ്കിലും ഏതെങ്കിലും ക്ലാസിൻ്റെ വെളിയിൽ നിന്ന് നിന്നിട്ടുണ്ടോ?